പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് ഈ വലിയൊരു മാതൃകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങിയ ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു നേടിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ ആത്മീയ ബന്ധം എന്നും ഈശോയുടെ ഓരോ തീരുമാനങ്ങളിലും ഓരോ പ്രവൃത്തികളിലും നിഴലിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി. ഈശോ നെടുവീർപ്പിട്ടത്, ഈശോ ആനന്ദിച്ചത്, ഈശോ അസ്വസ്ഥനായത് ആത്മാവിൽ. പറഞ്ഞേ, ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പഠിച്ചൊരു കാര്യം ഓർത്തോണം. മരുഭൂമിയിൽ നിന്ന് ആത്മാവിൽ ശക്തി പ്രാപിച്ച ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിലപാടുകളിലും ആത്മാവിലാണ് ആ നിലപാടുകൾ എടുത്തിരുന്നത്. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം 12:12 ഈ നോമ്പ് കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്നൊരു കൊച്ചു വചനം പഠിച്ചാൽ മതി. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് പറയേണ്ടതെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഈ നോമ്പ് കാലഘട്ടം മുഴുവൻ നമ്മൾ ആത്മാവിൽ ബലം പ്രാപിക്കുന്നതിന് വേണ്ടി ഈ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളോട് സഹകരിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. ഹല്ലേലൂയ. നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും നോക്കി നന്നായി ചിരിക്കണം. എന്ത് ചെയ്യണം? ചിരിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തി എപ്പോഴും പ്ലസന്റ് ആയിരിക്കണം, ചിരിക്കണം. അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിച്ചേ, ഇങ്ങോട്ട് നോക്കൂ, ശ്രദ്ധിച്ചേ, ചിരിക്കണം. ചിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ആനന്ദം, പരിശുദ്ധാത്മാവിന്റെ ആനന്ദം. നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും കാണും. നമുക്ക് തോന്നും ദൈവമേ ജീവിതം തീർന്നു, നിരാശ പെടരുത്, ദേഷ്യപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്. പെടാനുള്ള സാധ്യതകളെല്ലാം വരുമ്പോഴൊക്കെ നമ്മൾ ആരോട് കൺസൾട്ട് ചെയ്യണം? ആരോട് ആലോചന ചോദിക്കണം? പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം. പരിശുദ്ധാത്മാവ് ഇപ്പൊ ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവനെ ഒരെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഞാൻ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കും. പരിശുദ്ധാത്മാവ് പറയും, നീ ആദ്യം ശാന്തമാവൂ. നീ ആദ്യം ശാന്തമാവൂ. കൊടുക്കരുത്, നീ ആദ്യം ശാന്തമാവൂ. ശാന്തത, ശാന്തത ആരുടെ ക്വാളിറ്റിയാ? പരിശുദ്ധാത്മാവ് നൽകുന്നതാ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തി ഈ നാളുകളിൽ 50 നോമ്പിൽ എടുക്കേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, പക്ഷെ വളരെ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ.